അപ്പോൾ ഈ വർഷവും ആറ്റുകാൽ അമ്മ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അമ്മയുടെ അടുത്ത് പോയി പൊങ്കാല ഇടാനും അമ്മയെ കാണാനും ഉള്ളൊരു ഭാഗ്യം ഈ വർഷവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും കൊച്ചുമോനും കൂടെയാണ് ഞങ്ങൾ പോയി ഞങ്ങൾ ആറ്റുകാലെല്ലാം പോയി. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഈ ആറ്റുകാൽ അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്. എൻ്റെ അമ്മയുടെ ബന്ധുക്കളാണ് അവരൊക്കെ. അപ്പോൾ ആ വീട്ടിലോട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അമ്മയും കുഞ്ഞമ്മമാരൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോനെ അവരുടെ കൂടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾ നേരെ ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോയി. അവരൊക്കെ രാവിലെ പോയതുകൊണ്ട് തന്നെ അവരെല്ലാം കണ്ടും കേട്ടും വന്ന് ക്ഷീണിച്ചവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മോനെ അവിടെ ഇട്ട് നിർത്തിയിട്ട് ആറ്റുകാൽ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്. ചേട്ടന് വൈകിട്ടല്ല തൊഴാൻ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആണുങ്ങളെ അങ്ങോട്ട് കയറ്റത്തില്ല. ക്യൂവി പെണ്ണുങ്ങൾ മാത്രമേ നിന്ന് തൊഴാൻ പറ്റത്തത് കൊണ്ട് ചേട്ടൻ നേരത്തെ ചേട്ടനെ ഞാൻ ആ ക്യൂവി നിർത്തി ചേട്ടനെ അങ്ങ് തൊഴിച്ചു. കാരണം എന്നിട്ട് ഞാൻ കുറേ ഷോയും വീഡിയോസും ഇതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ തന്നെ ഈ പെറ്റ്സ് ഷോ എന്നും പറഞ്ഞുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കുറേ എലിക്കുഞ്ഞുങ്ങളെ കുറേ എലിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ എലിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. പിന്നെ കുറേ മുള്ളംപന്നിയായിരുന്നു എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു സാധനമാണ് മുള്ളംപന്നി കേട്ടോ. ഇതിൻ്റെ വലുതിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനെ ആദ്യമായിട്ടാണ്. പിന്നെ കുറേ നമ്മുടെ നാട്ടിലെ കുറേ ലവ് ബേഡ്സും ഇതൊക്കെ അവിടെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ പാമ്പിനെയൊക്കെ എടുത്ത് തോളത്തിടുന്ന ആ ഒരു രംഗങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്കൊരു പണി തരാൻ വേണ്ടിയാണോ അതോ എൻ്റെ പേടി മാറാൻ വേണ്ടിയാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. എൻ്റെ ചേട്ടൻ എന്തായാലും നിൻ്റെ പേടിയൊക്കെ ഒന്ന് മാറട്ടെ മിനി എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് അവിടുന്ന് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്നത് പോലെ തന്നെ പൈസ കൊടുത്തിട്ട് ഒരു പക്ഷിയെ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് വെച്ച് 2-3 ഫോട്ടോസ് എടുക്കണം. പിന്നെ 100 രൂപയാണ് രണ്ടൂട്ട സാധനം എടുത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് നിന്ന്. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഈ പെണ്ണിന് എന്തോത്തിൻ്റെ സോക്കേടാണെന്ന്. ആരും ഇനിയൊന്നും പറയുമൊന്നും വേണ്ട. ഹസിൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ. കാരണം പേടിയൊക്കെ മാറി എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളെയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് നേരെ ചെന്നപ്പോഴുണ്ടല്ലോ ഒരു ചേട്ടൻ. അതൊക്കെ ഒരു ചേട്ടനാണെങ്കിൽ പിന്നെ ഒരു ഇതുമില്ലാതെ കണ്ട് എന്താ പറയുക, ഈ ഒരു വെള്ള കളറിലൊരു പാമ്പ്. എന്താണ് സംഭവം എന്ന് പറയത്തില്ല. വിഷമുള്ളതാണ്, വിഷമില്ലാത്ത എന്തായാലും വിഷമില്ലാത്ത സാധനങ്ങളെല്ലാം അവർ കൊണ്ടുവരത്തുള്ളൂ. ആ ചേട്ടൻ ഒരു പിടി പോലും ഇല്ലാതെ കൊണ്ടെടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ പൊന്നോ. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ടതോ അത് പൊളയുന്നുണ്ട്, എഴപ്പ് നാക്കൊക്കെ നീട്ടുന്നുണ്ടോ. പിന്നെ ഞാൻ ചുമ്മാതാണ്ട് ജസ്റ്റ് ഒരു തത്തമ്മയൊക്കെ എടുത്തിങ്ങനെ അതിൻ്റെ കണ്ണി കൊത്താൻ വന്നു കേട്ടോ. എൻ്റെ വളയൊക്കെ കുത്തി. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോസിനകത്ത്. അതൊക്കെ വെട്ടിക്കുറച്ച് കളഞ്ഞ് ഞാൻ ഒന്നും പറയണ്ട. പിന്നെ വേറൊരു സംഭവം, അതിനെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും പിടിച്ചോണ്ട് നിന്ന്. എൻ്റെ നെപ്പ് കാണുമ്പോഴറിയാം ഇപ്പം താഴെയിടി. ആ ചെറുക്കനെടുത്ത് പറയും, ചേച്ചി എന്നെ താഴെയിടല്ലേ ചേച്ചി, ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഇന്ന്, അതൊന്നും ചെയ്യത്തില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞോട്ട്. അങ്ങനെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തിയിട്ട് ഞങ്ങൾ വെറുതെ വെളിയിലൊക്കെ ഇരുന്ന് കുറച്ച് ലൈവൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് അമ്പലത്തിലൊക്കെ അങ്ങോട്ട് പോയി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ എല്ലാവരും സെറ്റ് മുണ്ട് എടുത്തു. നീ മാത്രം എന്താ സെറ്റ് മുണ്ട് എടുക്കാഞ്ഞെന്നൊക്കെ ചേട്ടൻ ചോദിച്ചു. എനിക്കെല്ലാം കൂടി ഈ ചൂടത്തൊന്നും വയ്യ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി കേട്ടോ. അങ്ങനെ പൊങ്കാലയ്ക്കൊക്കെ എടുത്ത് എല്ലാം വെച്ചു. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ അനിയത്തിമാർ, അതായത് എൻ്റെ കുഞ്ഞമ്മമാർ 2 പേരും, അവരും എല്ലാ വർഷവും അവരൊരു 10-20 അല്ല, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അവരെല്ലാ വർഷവും പൊങ്കാല ഇടാൻ വന്നു. ഇതുവരെയും ആരും മിസ്സായിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം മരിച്ച ഒരു വർഷം മാത്രം 3 പേർക്കും വരാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയാണ്. ലതക്കുഞ്ഞമ്മ നോക്കൂ. അതാണ് ലതക്കുഞ്ഞമ്മ. ഇതൊക്കെ എന്താ മോളെ ഇതൊക്കെ എടുക്കുന്നത് ഇതൊക്കെ ചോദിച്ച്. ഇതൊക്കെ വരുമോ മോളെ മൊബൈലിനകത്തൊക്കെ. കുഞ്ഞമ്മ പറയുന്നത് എന്താണെന്നറിയാം, എടി ഈ കൂറ വേഷത്തിലൊക്കെ ഞങ്ങളെ ഇങ്ങനെ എടുക്കുന്നോടിയെന്ന്, ഞങ്ങളെയൊക്കെ കണ്ടോടി നീയെന്ന്. ഇതൊക്കെയാണ് അവർ ചോദിച്ചത് കേട്ടോ. ഇതൊക്കെ എടുത്തിടല്ലേ മോളെ എന്നൊക്കെയാണ് ആ കുഞ്ഞമ്മ അവിടെ ഇരുന്നുകൊണ്ട് പരിഭവം പരാതിയും പറയുകയാണ്. അതാണ് താരക്കുഞ്ഞമ്മ. പിന്നെ പോത്തീസിൽ ആ ചേട്ടന് പോത്തീസിലാണ് ജോലി കേട്ടോ. കോയമ്പത്തൂർ പോത്തീസിലാണ് ജോലി. അപ്പോൾ അതിൻ്റെ കുറേ എന്താ പറയുക, കുറേ ഈ സഞ്ചികളും കാര്യങ്ങളും അങ്ങനെ എല്ലാം അവിടെ ഇവിടെ എല്ലാ വീടുകളിലും എല്ലാം ഞങ്ങളും മേടിച്ചെടുത്ത്. അങ്ങനെ നമ്മുടെ പൊങ്കാലയ്ക്ക് വെള്ളമൊക്കെ വെച്ചു,
തീയൊക്കെ കത്തിച്ച് 10:15 പൊങ്കാല കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും എല്ലാം അമ്മ മംഗളമായിട്ടെല്ലാം നടത്തി തന്നു. ഭയങ്കര തീയായിരുന്നു കേട്ടോ. തീയല്ല, ചൂടും പുകയും എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ. അയ്യോ ഭയങ്കര. പിന്നെ അമ്മയുള്ളതുകൊണ്ട് പിന്നെ ഇച്ചിരിയൊക്കെ തീൻ്റെ കണ്ണ് നിറുന്നതനുസരിച്ച് അമ്മ ഇച്ചിരിയൊക്കെ നീക്കി വെച്ച് തന്നെ കേട്ടോ. നമ്മൾ നമ്മുടെ സങ്കടങ്ങളും എല്ലാം, എന്തൊക്കെ സങ്കടങ്ങളും കൊണ്ടോ പരാതികളും പരിഭവങ്ങളും എല്ലാം ഒരു വർഷത്തെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ ഏൽപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അമ്മേൻ്റെ സങ്കടങ്ങളും പരാതികളെല്ലാം പരിഗണിക്കുന്നതായിരിക്കും. എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി എനിക്കും എൻ്റെ മക്കൾക്കും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാതെ അടുത്ത വർഷവും വന്ന് ഞങ്ങൾ പൊങ്കാലയിടാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും പൊങ്കാലയിടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലും പൊങ്കാല ഇങ്ങനെ ഇഷ്ടം പോലെ പൊങ്കാല കേട്ടോ. ഞാൻ പിന്നെ എന്നെ തന്നെയാണോ, എൻ്റെ മുഖമൊന്നും നിങ്ങൾ കാണരുത് കേട്ടോ. കരഞ്ഞപ്പറ്റ തള്ള സഹിക്കില്ല, കാരണം അത്രയ്ക്ക് കരഞ്ഞിരിക്കുകയാണ്. കരഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അത്രയ്ക്ക് അമ്മാതിരി പുകയും ചൂടും കണ്ണീന്ന് കുടുകുടൂന്ന് ഒഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. വെള്ളം പുകയെല്ലാം കൂടെ കണ്ണിലോട്ട് അടിച്ചപ്പം പൊങ്കാലയൊക്കെ ഇട്ട് അമ്മയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം എൻ്റെന്ന് വെച്ചാൽ പൊങ്കാല എല്ലായിടത്തും കിഴക്കും പടിഞ്ഞാറോട്ടുമൊക്കെ ആയിരുന്നു വന്നത്. പക്ഷേ എൻ്റെ അങ്ങനെയല്ല, ഒന്നിച്ച് മണ്ടയ്ക്കോട്ട് കയറിയിട്ട് 4 വശത്തോട്ട് ഒരുപോലെ തൂവി ഇറങ്ങിയത്. അമ്മ പറയുമ്പോൾ എൻ്റെ മോടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർത്ത് അമ്മ ഈ വർഷം തന്നിട്ടുണ്ട്. എൻ്റെ മോടെ ഐശ്വര്യമായിരുന്നൊക്കെ പറഞ്ഞാൽ അതാണ് അങ്ങനെയാണ് എന്ന് വിശ്വസിച്ച് നമ്മൾ പൊങ്കാലയെല്ലാം സമർപ്പിച്ച് അമ്മയ്ക്കെല്ലാം കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് യാത്രയാവുകയാണ്. ഇനി നേരെ നമുക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊങ്കാലയ്ക്ക് പോയ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ കുറേ വീഡിയോസൊക്കെ ഇതിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം കുറേ സാധനങ്ങൾ മേടിച്ചതും പെറുക്കിയതും ഒക്കെ. അപ്പം ഒത്തിരി ലെങ്തിയായി പോയിട്ടുണ്ടായിരുന്നു വീഡിയോസ് കേട്ടോ. അപ്പോൾ ഇത് അമ്മ അരി ഇടുവല്ല കേട്ടോ, ഇത് എല്ലാവർക്കും കൂടെ ഉള്ള തേങ്ങ ഇടുകയാണ്. അരിയൊക്കെ നമ്മൾ തന്നെയാണ് അമ്മ അരിയലമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. ഇത് എടുത്തു പറഞ്ഞതാണ് അത് ഞാൻ കേട്ടോ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അപ്പം നിങ്ങൾ എത്ര പേര് ആറ്റിയാൽ പോയിട്ടുണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു ഭാഗ്യം ഈ വർഷവും കിട്ടിയതുകൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.